കുറേ നാളായി ആമിയും പൊണ്ണും ഹരിയാലി ചിക്കൻ കഴിക്കണമെന്ന് പറയുന്നു. ലാസ്റ്റ് ടൈം അമൃത്സർ പോയപ്പോഴായിരുന്നു നമ്മൾ ഈ ടേസ്റ്റി ഡിഷ് ട്രൈ ചെയ്തത്. ഡിഷിനെക്കുറിച്ചുള്ള പോസിറ്റീവ് റിവ്യൂസ് നമ്മളവിടെ കൊടുത്തപ്പോൾ ഭാഗ്യവശാൽ ഷെഫുമായിട്ട് പരിചയപ്പെടാൻ പറ്റുകയും അതിൻ്റെ റെസിപ്പി നമുക്ക് പുള്ളി പറഞ്ഞു തരികയും ചെയ്തു. ഒരു പിടി പുതിനയില, അത്രത്തോളം തന്നെ മല്ലിയില, ഒരു 6-7 കഷ്ണം വെളുത്തുള്ളി, ഒരു 1/2 ഇഞ്ച് നീളത്തിലരിഞ്ഞ 5-6 ഇഞ്ച് കഷ്ണങ്ങൾ, പിന്നെ ഒരു 6-7 പച്ചമുളക്. ഇത് ഇത്രയും നല്ല പേസ്റ്റാക്കി എടുക്കണം. ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നീട് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി വേണം എടുക്കാൻ. പിന്നെ 1 ടീസ്പൂൺ ജീരകം പൊടിച്ചെടുക്കണം. ഞങ്ങളിവിടെ പോകുന്ന പല റെസ്റ്റോറൻറ്റ്സിലും ഹരിയാലി ചിക്കൻ ടിക്ക അല്ലെങ്കിൽ ഹരിയാലി ചിക്കൻ ഫ്രൈ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഒരു ബൗളിലേക്ക് പുളിയില്ലാത്ത നല്ല കട്ട തൈര് 2 സ്കൂപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. പഞ്ചാബീസ് ആക്ച്വലി മസ്റ്റാർഡ് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കാറ്. പക്ഷേ നമുക്ക് ആ രുചി ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഈ മിക്സിലേക്ക് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1/2 മുറി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ആവശ്യമായ ഉപ്പും എരിവും ഒക്കെ ഈ പരുവത്തിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ പേസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മാരിനേറ്റ് ചെയ്ത ചിക്കൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റി മിനിമം ഒരു 2 hours എങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. മിനിമം ആണ് 2 hours. എത്ര നേരം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നു അത്രയും ചിക്കന് രുചി കൂടും. ചൂടായ പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഓരോ പീസ് ചിക്കനും നിരത്തി വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയുടെ രുചി ഇഷ്ടമല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പൊന്നുനെ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചതുകൊണ്ടാണ് ഈ കൊച്ചു കൊച്ചു കുറുമ്പുകളൊക്കെ ഇടയിൽ കാണിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടെൻഡർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരു 15 minutes കുക്കിംഗ് ടൈമാണ് ഇതിനാവശ്യമായി വരുന്നത്. ഓരോ 3-4 minutes ഗ്യാപ്പിലും ചിക്കൻ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് മൂടി വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ചിക്കൻ കുക്കായി വരുമ്പോൾ അതിലേക്കൊരു 2-3 ക്യൂബ്സ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ വളരെയധികം ടേസ്റ്റി ആയിരിക്കും. കുറച്ച് മൂത്ത ചിക്കനാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20 to 25 minutes ആണ് അതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ എല്ലാ ചിക്കൻ പീസിലേക്കും അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മാരിനേഷൻ്റെ ടൈം ഒഴിവാക്കിയാൽ നമുക്ക് മാക്സിമം ഒരു 25 minutes തന്നെ നല്ല ഹരിയാലി ചിക്കൻ ഫ്രൈ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പാനിൽ ഫ്രൈ ചെയ്യാതെ തന്നെ ബാർബിക്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല ഹരിയാലി ചിക്കൻ ടിക്കയും വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ.